Hi students, welcome back to the lecture. We were dealing with real business cycle theory. So അതിനകത്ത് റിയൽ അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും റിയൽ അഗ്രിഗേറ്റ് സപ്ലൈനെയും എഫക്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണത്? ഫിസിക്കൽ പോളിസി അതേപോലെ തന്നെ ടെക്നോളജി. സോ നമുക്ക് ഫസ്റ്റ് ഫിസിക്കൽ പോളിസി എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് അവയെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാറ്റുന്നത് എന്നും നോക്കാം. ഫസ്റ്റ്, an increase in the government purchases is shown in the real business cycle model. Figure 17.4 shows an increase in the government purchases which shift the real aggregate demand curve rightward. This result in higher output and a higher real rate of interest. So ഇവിടെ എന്താ സംഭവിക്കുക? ഗവൺമെന്റ് പർച്ചേസസ് കൂടുവാണ്. സോ ഗവൺമെന്റ് പർച്ചേസസ് കൂടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ചെയ്യുമായിരിക്കും. സോ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് റിയൽ ഡിമാൻഡിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. സോ എ ഡിയിൽ നിന്ന് എ ഡി ഡാഷിലോട്ടേക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻസ്? ഔട്ട്പുട്ട് എങ്ങനെയാണ്? പ്രൊഡക്ഷൻ നോക്കിക്കേ, ഒറിജിനലിൽ നിന്ന് കുറച്ചും കൂടി കൂടുതലാണ് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത്. അതെങ്ങനെയാണ്? ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും ഇൻകവും നോക്കിക്കേ, ഇൻകം ഇങ്ങോട്ടേക്കാണ് വരുന്നത്, ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്തു. സോ ദിസ് ഇസ് ദ എഫക്റ്റ് ഓഫ് physical policy on real business cycle. Clear ആയെന്ന് വിശ്വസിക്കുന്നു. It may be noted that there are similarities between this explanation of the effect of physical policy and the one we saw in ISLM model. An increase in the government purchases will shift the real aggregate demand outwards for the same reason that it shifts for IS curve outwards in the ISLM model. In both cases, this results in higher output and higher rate of interest. Thus, the two models take similar predictions. So, ഈ ഒരു ഫിസിക്കൽ പോളിസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ISLM മോഡലിന് കണക്ഷൻ വരുന്നുണ്ട് എന്നും നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടിടത്തും സെയിം കാരണം കൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് പർച്ചേസസ് കൂടി കഴിയുമ്പോഴത്തേക്കും അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ കൂടുതലായിട്ട് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിനകത്ത് മെറിറ്റ്സ് ഉള്ളതുപോലെ അല്ലെങ്കിൽ ISLM മോഡലുമായിട്ട് ഫിസിക്കൽ പോളിസി ആയിട്ട് റിലേറ്റഡ് ആവുന്നത് പോലെ തന്നെ ഇവിടെ ഡിഫറൻസസും ഉണ്ട്. എന്തൊക്കെയാണ് ഡിഫറൻസസ്? ISLM മോഡലിൽ പ്രൈസസ് സ്റ്റേബിൾ ആണ് and aggregate demand determines output and employment. Labor supply and intertemporal substitution play no role in explaining how physical policy influence output. സോ ഇവിടെ ISLM മോഡലിൽ എന്താണ്? പ്രൈസസ് സ്റ്റേബിൾ ആണ്, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ലേബർ സപ്ലൈക്കോ ഇന്റർടെമ്പറൽ സബ്സ്റ്റിറ്റ്യൂഷനോ ഫിസിക്കൽ പോളിസി എങ്ങനെയാണ് ഔട്ട്പുട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ യാതൊരു റോളും ഇല്ല. ഓക്കെ, ദെൻ ഇൻ റിയൽ ബിസിനസ് സൈക്കിൾ മോഡൽ പ്രൈസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ്? വർക്കേഴ്സ് ഇന്റർ ടെമ്പററിലി ലേബറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഓവർ ടൈം ലേബർ ചെയ്യണോ അല്ലെങ്കിൽ ലേബർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസസ് ഫ്ലെക്സിബിൾ ആണ് റിയൽ ബിസിനസ് സൈക്കിൾ മോഡലിൽ. സോ എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ലേബർ സപ്ലൈയുടെ ഇൻക്രീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ പീപ്പിൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുക. അതായത് കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യാനായിട്ട് ജനങ്ങൾ താല്പര്യപ്പെടുന്നു. ഓക്കെ, ഇതാണ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി. അതുപോലെ തന്നെ ISLM മോഡലിനകത്തുമുള്ള ഡിഫറൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു മെറിറ്റും അതുപോലെ തന്നെ ഡിഫറൻസും ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ രണ്ടാമത്തത് ടെക്നോളജി. എങ്ങനെയാണ് ടെക്നോളജി ഷോക്സ് ഫ്ലക്ച്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സപ്പോസ് ടെക്നോളജിക്കകത്ത് ചില ഇംപ്രൂവ്മെന്റ്സ് നടത്തുകയാണ്, such as faster computers ഒക്കെ. According to this theory, this changes the effect of economy in two ways. രണ്ട് രീതിക്കാണ് ടെക്നോളജിക്കകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എക്കോണമീനെ എഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റ്, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഗുഡ്സും സർവീസസിനെയും സപ്ലൈനെ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യും, കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഇൻപുട്ട് യൂസ് ചെയ്ത് തന്നെ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. അങ്ങനെ എന്താണ്? റിയൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഔട്ട്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ കുറച്ച് മുൻപേ ഫിസിക്കൽ പോളിസിയുടെ കേസിൽ പറഞ്ഞത് അഗ്രിഗേറ്റ് ഡിമാൻഡ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും എന്നാണ്. ഇവിടെ ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്നതുകൊണ്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നു, സപ്ലൈ കർവ് ഔട്ട്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ വേ എന്ന് പറഞ്ഞിരിക്കുന്നത് അവൈലബിലിറ്റി ഓഫ് ന്യൂ ടെക്നോളജി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. Okay, for example, firms wishing to buy these computers will raise the demand for computers.
ഓക്കെ. അപ്പോൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ കമ്പനി അല്ലെങ്കിൽ ഫേംസ് കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൂടുതലായിട്ട് വർദ്ധിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ ഫേംസ് ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന ഫേംസ് തന്നെ ആ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ദ റിയൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് അങ്ങനെ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ. സോ എന്താണ് നമുക്കിവിടെ ടെക്നോളജി ബേസിസിൽ സപ്ലൈ സൈഡിലും ഡിമാൻഡ് സൈഡിലും ഷിഫ്റ്റ് ഉണ്ടാവുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് ചേഞ്ചസും കൂടി ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ഒരു രണ്ട് ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയഗ്രാമാണ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. So a beneficial shock to the technology raises both real aggregate supply and real aggregate demand. ഓക്കെ. ഇനി നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ ഡിമാൻഡ് കൂടുതലായിട്ട് സപ്ലൈനേക്കാൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും കാണാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ ഡിമാൻഡ് സപ്ലൈനേക്കാളും കുറവ് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും കാണുന്നത്. സോ ഇവിടെ നോക്കാം. ഫസ്റ്റ് ഫിഗർ റിയൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് മോർ ദാൻ റിയൽ അഗ്രിഗേറ്റ് സപ്ലൈ. ഡിമാൻഡ് സപ്ലൈനേക്കാളും കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നോക്കുക, സപ്ലൈക്കകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ. സപ്ലൈക്കകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ ഡിമാൻഡിന്റെ ചേഞ്ച് എ ഡി ടു എ ഡി ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കൂടുതലാണ്. ഇവിടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റിന് ചെറിയൊരു ഫ്ലക്ച്വേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇൻകത്തിനകത്ത് ഒരു വൈഡർ ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇനി രണ്ടാമത്തെ കേസ് നോക്കുകയാണ്. ഇവിടെ റിയൽ അഗ്രിഗേറ്റ് സപ്ലൈ ആണ് ഡിമാൻഡിനേക്കാളും കൂടുതലായിട്ട് മൂവ്മെന്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാം? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ നമുക്ക് റിയൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അകത്ത് ഒരു ഡിക്രീസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഔട്ട്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഈ ഒരു ചേഞ്ച് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക. ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈനേക്കാളും കൂടുതലായപ്പോഴത്തേക്കും റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണ് ഉണ്ടായത്. പക്ഷേ രണ്ടാമത്തെ കേസിൽ വന്നപ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? റിയൽ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിനേക്കാളും കൂടി. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സംഭവിക്കുക? റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയാണ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ ടു എഫക്റ്റ് ഓഫ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെക്ചേഴ്സ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.